ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ GIB കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റിനും ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് of a block is given 12 cm, 6 cm and 2.25 cm. Volume of the block in correct significant figures എന്നാണ്. അപ്പോൾ വോളിയം കിട്ടണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. V is equal to volume is equal to length into breadth into height ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് റൂൾ പ്രകാരം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എത്രയാണോ അതാണ് ആൻസറിൽ റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ആൻസറിലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, 1ഉം 2ഉം. പക്ഷേ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓൾമോസ്റ്റ് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 2 × 10⁻², ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ആൻസറിന് ഉണ്ടാവാൻ പാടുള്ളൂ. സോ ആ സെൻസിൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is incorrect regarding with the significant figures? All non-zero digits are significant. എല്ലാ നോൺ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്, ശരിയാണ്. All zeros between non-zeros are significant, ശരിയാണ്. Greater the number of significant figure in a measurement, smaller the percentage error, correct ആണ്. The power of 10 is counted while counting the number of significant figure. Power of 10 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 × 10⁻², എന്നാണെങ്കിൽ അതിലൊരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ഈ 10ൻ്റെ പവർ സിഗ്നിഫിക്കൻ്റ് ആക്കിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാറ് ഇല്ല. പക്ഷേ ഫോർത്ത് ഓപ്ഷനിൽ പറയുന്നത് the power of 10 is counted while counting the number of significant figure എന്നാണ്. അത് തെറ്റാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ശരിയായ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, which two of the following give the physical parameter have same dimensions? Energy density, energy per unit volume. Refractive index ന് ഡയമെൻഷൻ ഇല്ല. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനും ഡയമെൻഷൻ ഇല്ല. യങ്സ് മോഡൽ, ഇതിന് രണ്ടിനും ഡയമെൻഷൻ ഇല്ല. ബിക്കും സിക്കും ഡയമെൻഷൻ ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനും ഡയമെൻഷൻ ഇല്ല. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് വോള്യൂമാണ്. അപ്പോൾ എനർജി പെർ യൂണിറ്റ് വോള്യൂം എന്ന് പറയുമ്പോൾ ml² -2 ഡിവൈഡഡ് ബൈ L³ വരും. കട്ട് ചെയ്താൽ നമുക്ക് ml raised-1 T⁻² എന്ന് വരും. ഇനി യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ml T⁻² ഡിവൈഡ് ബൈ ഏരിയ L² കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ml raised-1 T⁻² എന്ന് കിട്ടും. അപ്പോൾ എനർജി ഡെൻസിറ്റിക്കും യങ്സ് മോഡുലസിനും ഒരേ ഡയമെൻഷനാണ്. അതായത് എക്കും ഡിക്കും ഒരേ ഡയമെൻഷനാണ്. A and D, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. Ready? Question number 4. The frequency of vibration F, mass M, suspended from a spring or spring constant K. The relation of this type, F is equal to Cm raised to X, K raised to Y. Okay, frequency dimension T varum, T inverse varum. That should be equal to C ki dimension illa, M raised to എക്സ്. കെ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് എക്സ്റ്റൻഷൻ ആണ്. ഫോഴ്സ് ml T⁻² ആണ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ml T⁻² ആണ് ഡിവൈഡഡ് ബൈ പെർ യൂണിറ്റ് എക്സ്റ്റൻഷൻ. അതാണ് കെ എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് F/X ആണ്. അപ്പം കെയുടെ ഡയമെൻഷൻ m T⁻² ഇങ്ങനെ വരും, raised-y. അത് ഓരോ ഓപ്ഷനും എടുത്ത് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ T⁻−1 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷന് എക്സിന് 1/2, m⁻², വൈക്ക് 1/2. അപ്പോൾ m⁻², T⁻−1/2 എന്ന് വരും. T⁻−1/2 അല്ലേ, അത് മാച്ച് ആവില്ല. അപ്പോൾ മാസ് കട്ടായി പോകണം അല്ലേ. മാസ് കട്ടായി പോകണമെങ്കിൽ m⁻1/2 ഇവിടെ -1/2 വരണം. അപ്പോൾ ഇത് കട്ടായി പോകും. അപ്പോൾ ഒരെണ്ണം +1/2 വരണം, -1/2 വരണം. ഒരെണ്ണം പ്ലസ് വരണം, -1/2 വരണം. നമുക്ക് ഓപ്ഷൻ 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ 1 അല്ലാതെ മനസ്സിലായി. 4 ചെക്ക് ചെയ്യുക. എക്സിൻ്റെ സ്ഥാനത്ത് 1/2, -1/2. അപ്പോൾ m⁻−1/2, പിന്നെ mt⁻², (1/2). അപ്പോൾ m⁻−1/2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ m⁻1/2 T⁻−2 × 1/2. ഈ 2 ക്യാൻസൽ ആവും. ഓക്കെ, ഇവിടെ ഒരു 2 വരും കേട്ടോ, × 2 വരും. അവിടെ T⁻² -2 × y അല്ലേ. അപ്പോൾ ഇവിടെ വൈക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ raised to 1/2 അല്ലേ വന്നത്.
യെസ്, അപ്പോൾ 1/2 × 2 എന്ന് വരും. ഓക്കെ, എനിവേ എന്തായാലും ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്, അവിടെ മാസ് ക്യാൻസൽ ആവില്ല. അപ്പോൾ ഇവിടെ m⁻⁻², m⁻², അത് രണ്ടും ക്യാൻസൽ ആയി പോയാൽ നമുക്കവിടെ t⁻⁻1 എന്ന് വരും. t⁻⁻1 അല്ലേ നമുക്ക് കിട്ടേണ്ടതും, ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ t⁻⁻1 അല്ലേ. യെസ്, അപ്പോൾ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Using question number 5, using MLT, the dimension as the MLT and the current as the fundamental dimension of permeability ആണ്. പെർമിയബിലിറ്റി ഡയമെൻഷൻ നമ്മൾ പഠിച്ചതാണ്. പെർമിയബിലിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ? ഓക്കെ. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ +2 പഠിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് പെർമിയബിലിറ്റി. അതിൻ്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. μ0 = B/Ni. അതിൽ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് μ0ൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. പെർമിയബിലിറ്റി ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഞാൻ F = ILB എന്ന് എഴുതാം. F = ILB. അപ്പോൾ ML T⁻⁻2 = കറണ്ട് ഡയമെൻഷൻ A, ലെങ്ത് ഡയമെൻഷൻ L, പിന്നെ B. അപ്പോൾ എല്ലും ക്യാൻസൽ ചെയ്താൽ A താഴേക്ക് വരും. അപ്പോൾ MT⁻⁻2 A⁻⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ μ0ൻ്റെ ഡയമെൻഷൻ MT⁻⁻2 A⁻⁻1 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. n is nothing but number of turns divided by length. അപ്പോൾ L മുകളിലേക്ക് വരുമ്പോൾ L⁻⁻1 ആവും. അപ്പോൾ സ്മോൾ ലെറ്റർ എന്നിൻ്റെ ഡയമെൻഷൻ L⁻⁻1, കറണ്ടിൻ്റെ ഡയമെൻഷൻ A. അപ്പോൾ A മുകളിലേക്ക് പോവും, L⁻⁻1 മുകളിലേക്ക് പോവും. അപ്പോൾ L⁻⁻1 മുകളിലേക്ക് പോയാൽ L തന്നെ T⁻⁻2 A⁻⁻2 എന്ന് വരും. അപ്പോൾ ML T⁻⁻2 A⁻⁻2. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് നിങ്ങൾ +2 പഠിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. μ0 എന്ന് പറയുന്നത് +2 പഠിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. എനിവേ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ ബോൾ ഈസ് ത്രോൺ vertically with a velocity v0, it reaches the maximum height h. If one wish to triple the height, the ball should thrown with a velocity of. ഇപ്പോൾ ഒരു ബോള് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമുക്ക് v² = u² + 2² മൈനസ് മുകളിലേക്കല്ല എറിയുന്നത്, അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടേക്ക് -2gh. ഇപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് 0 = u² - 2gh. അപ്പോൾ u² = 2gh. അപ്പം മുകളിലേക്ക് എത്ര ഹൈറ്റ് പോകും എന്നുള്ളത് പ്രൊപ്പോർഷണൽ ടു u². ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഹൈറ്റ് h 3 ടൈംസ് ഹൈറ്റ് കൂട്ടണം, 3h ആക്കണം. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി u'. ഇവിടെ സ്ക്വയർ വരും. അപ്പോൾ h ഉം ക്യാൻസലായി. അപ്പോൾ u' സ്ക്വയർ ഇങ്ങോട്ടേക്ക് വരും, 3 അങ്ങോട്ടേക്ക് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3u². അപ്പോൾ u' രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ √3u ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി √3 ടൈംസ് കൂട്ടണം. ദാറ്റ് ഈസ് ക്വസ്റ്റൻ നമ്പർ 6, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ? എല്ലാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ മൂന്നെണ്ണം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്, ഒന്ന് ടൈമിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? x = ut പ്ലസ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു t² എന്ന് വരണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു t² എന്ന് വരണം. കാരണം s = ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ½ എന്നാണല്ലോ. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, s ഇസ് പ്രപ്പോർഷണൽ ടു t² എന്ന് വരണം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക. ഈ ബീനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ x × b, ഒന്നാമത്തെ ഇക്വേഷനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് x² = t + a² b എന്ന് വരും. ഇത് മാച്ച് ആവില്ല. രണ്ടാമത്തെ ഇക്വേഷനും മാച്ച് ആവില്ല, മൂന്നാമത്തെ ഇക്വേഷനും മാച്ച് ആവില്ല. കാരണം അതിനൊക്കെ നമ്മൾ ഇവിടെ x പ്രപ്പോർഷണൽ ടു t പോലെയാണ് വരിക. പ്രപ്പോർഷണൽ ടു t അല്ല, എക്സിൻ്റെ ഇക്വേഷൻ്റെ അകത്തൊരു t ആണ് വരിക. ഇതെന്തായാലും മാച്ച് ആവില്ല. പിന്നെ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ x² ഈസ് പ്രപ്പോർഷണൽ ടു t രൂപത്തിൽ വരും, അതും മാച്ച് ആവില്ല. അപ്പോൾ നമ്മൾ തേർഡ് ഇക്വേഷൻ എടുത്ത് നോക്കുക. തേർഡ് ഇക്വേഷൻ എടുത്ത് അതിനെ സ്ക്വയർ ചെയ്താൽ t² =
എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി എന്ന് വരും. അപ്പോൾ ബി ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എ എന്ന് വരും. അപ്പോൾ എനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ബി ടി സ്ക്വയർ മൈനസ് എ എന്ന് വരും. ശരിയല്ലേ? യെസ്. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ട്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 7 ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 8, a body falls from a height h 200 meter. The ratio of distance traveled in each 2 seconds. ഓരോ 2 സെക്കൻഡ്സിലും ഓരോ ടി ടൈമിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പറാണ്. 1:3:5 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. Question number 9. Which of the following graph represents the velocity time relationship of a particle released from rest to fall freely under gravity? അപ്പം ഫ്രീ ഫാളിൽ ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി 0, താഴേക്ക് വീഴുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരും. ബിക്കോസ് ഇറ്റ് ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ വെലോസിറ്റി താഴേക്ക് വരുമ്പോൾ കൂടി വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. Question number 10. The displacement of a particle is given. Initial velocity and acceleration respectively. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നാൽ അതിൻ്റെ അകത്ത് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. എനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, ബി ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ബി പ്ലസ് സി ടി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2CT മൈനസ് ബി ടി റേസ് ടു 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ടി റേസ് ടു 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 4D ടി റേസ് ടു 3. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 0 ആയി പോവും, ഇത് 0 ആയി പോവും. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ബി എന്ന് കിട്ടും. ദിസ് ഇസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ കിട്ടുന്നത് ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt. അപ്പോൾ അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ബീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയി പോവും. 2CTനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2C, 4D ടി ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 12D ടി സ്ക്വയർ. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ ടൈമുള്ള ടേം പോവും. പിന്നെ നമുക്ക് 2C വരാം. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി ബി, ഇനീഷ്യൽ ആക്സിലറേഷൻ 2C. ബി ആൻഡ് 2C. ക്വസ്റ്റൻ നമ്പർ 10 ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 11 ശ്രദ്ധിച്ച് നോക്കണേ. The displacement of a particle is in a straight line is depends on x is equal to alpha t cube beta t square alpha gamma t plus del. The ratio of initial acceleration to the initial velocity. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 3 alpha t square plus 2 beta t plus gamma. This is velocity. Initial velocity v0, ടൈമിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടൈമുള്ള ടേമൊക്കെ പോകും. പിന്നെ അവിടെ ഗാമ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ 0, ഇവിടെയും 0, ആ 2 ടേം പോയി. ദെൻ ആക്സിലറേഷൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. 3 alpha t സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6 alpha t പ്ലസ് 2 beta. ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ടൈമിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും നമ്മൾ ടൈമിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെയും നമ്മൾ ടൈമിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടൈമിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 2 beta എന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഇനീഷ്യൽ ആക്സിലറേഷനും ആരെയും ഡിപ്പെൻഡ് ചെയ്യുക? ആൽഫനെയും ബീറ്റനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ആൽഫ ആൻഡ് ബീറ്റ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഓപ്ഷൻ ഗാമനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഗാമനെയും ബീറ്റനെയും. ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഗാമ ആൻഡ് ബീറ്റ. യെസ്, ഹിയർ ഇറ്റ് ഇസ് ഗാമ, ഹിയർ ഇറ്റ് ഇസ് ബീറ്റ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 12. വിച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ് യൂണിഫോം മോഷൻ? യൂണിഫോം മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ് ടൈം പൊസിഷൻ ഗ്രാഫ് ആസ് എ സ്ട്രേറ്റ് ലൈൻ യൂണിഫോം മോഷനാണ്. സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഫസ്റ്റ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രാഫാണ്. അപ്പോൾ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് ഫസ്റ്റ് ഗ്രാഫാണ്. റെഡി? ക്വസ്റ്റൻ നമ്പർ 13. The variation of velocity of a particle moving in a straight line given below. The distance travelled in 3 seconds. 3 സെക്കൻഡിൽ ഡിസ്റ്റൻസ്. നെഗറ്റീവ് സൈഡിലേക്ക് ഗ്രാഫ് പോകുന്നില്ല, അപ്പോൾ ഏരിയ കണ്ടാൽ മതി. സോ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കിട്ടും. ഏരിയ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 20, അപ്പോൾ ഇവിടെ 10 വരും. പിന്നെ ഒരു റെക്റ്റാങ്കിൾ 1 ഇൻറ്റു 20, അപ്പോൾ 20 വരും.
പിന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ, ഇത് കൂട്ടിയെടുക്കുക, ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. 2 to 4, അപ്പോൾ ഇവിടെ 2 വരും ബേസ്, ഹൈറ്റ് 10 വരും, അപ്പോൾ ഇവിടെ 20 വരും. പിന്നെ ഒരു ട്രയാങ്കിൾ, ബേസ് 1 വരും, ഹൈറ്റ് 10 വരും, അപ്പോൾ അതിൻ്റെ ഏരിയ 5 വരും. അപ്പോൾ 25 + 30 വരും, 55 മീറ്റർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷൻ 55 അല്ല, ബിക്കോസ് ഇവിടെ നമുക്ക് ടൈം തന്നത് 3 സെക്കൻഡ് വരെ അല്ലേ. അപ്പോൾ ഈ ഏരിയ, ഈ പോർഷൻ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. അപ്പം നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഏരിയ 1 10 വരെ, 10. അപ്പോൾ 10ഉം 10ഉം 20ഉം 40ഉം 20ഉം 20 40ഉം 40ഉം 5ഉം 45. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 55 അല്ല, ഈ പോർഷൻ വേണ്ട. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th one. In the motion of a projectile falling freely under gravity, neglect the air resistance, total mechanical energy is conserved, momentum is conserved, mechanical energy and momentum both are conserved. Mechanical energy is conserved. Option 1. Mechanical energy is conserved. Option 1 is the right answer. Okay. ഇവിടെ താഴേക്ക് വീഴുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആക്സിലറേഷൻ ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ മൊമെൻ്റ് കൺസേർവ്ഡ് അല്ല, പക്ഷേ എനർജി കൺസേർവ്ഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊജക്ടൈൽ എ ആൻഡ് ബി പ്രൊജക്റ്റഡ് വിത്ത് സെയിം സ്പീഡ് ബട്ട് ആംഗിൾ 30 and 60 to the horizontal. Then which one is wrong എന്നാണ് ചോദിച്ചത്. ഓക്കെ, 30 60 എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഒരേ സ്പീഡിലാണ് 30 60 എന്ന് പറയുന്നത്. ഒന്ന് 30, ഒന്ന് 90 - 30. അപ്പോൾ രണ്ടിൻ്റെയും റേഞ്ച് സെയിം ആയിരിക്കും, അത് കറക്റ്റാണ്. ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. ഹൈറ്റിൻ്റെ റേഷ്യോ വരിക h1/h2 ഈസ് ഈക്വൽ ടു tan square തീറ്റ വരിക. tan square തീറ്റ എന്ന് പറയുമ്പോൾ tan square തീറ്റ എന്ന് പറയുമ്പം 3 വരും അല്ലേ. √3 അല്ലേ tan 30. യെസ്, അപ്പോൾ h1/h2 ഈസ് ഈക്വൽ ടു tan square 30 tan 30. അപ്പോൾ h1/h2 ഈസ് ഈക്വൽ ടു tan 30 ഈസ് 1/√3, tan square 30 ഈസ് 1/3. അപ്പോൾ h1 ഈസ് ഈക്വൽ ടു 3h2 എന്ന് വരും. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി T1/T2 ഈസ് ഈക്വൽ ടു tan 30. അപ്പോൾ T1/T2 ഈസ് ഈക്വൽ ടു 1/√3. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു √3 T2. T1 ഈസ് ഈക്വൽ ടു √3 T2. അപ്പോൾ എല്ലാം ശരിയാണ്. നൺ ഓഫ് ദിസ്, ഇതിലൊന്നും തെറ്റായിട്ട് കൊടുത്തിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 15 ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16. 3 balls of same mass are projected with equal speed 15 degree, 45 degree and 75 degree. The range, ഓക്കെ, 15 ഡിഗ്രിയിൽ എറിഞ്ഞാലും 75 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ റേഞ്ച് ആയിരിക്കും. കാരണം ഒന്ന് 15, പിന്നൊന്ന് 90 - 15 ആണ് 75 എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടിനും ഒരേ റേഞ്ച് ആയിരിക്കും. അത് 45 എറിഞ്ഞതിനേക്കാൾ കുറവായിരിക്കും, കാരണം 45 മാക്സിമം റേഞ്ച് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് വണ്ണിനും സെക്കൻഡ് വണ്ണിനും ഒരേ റേഞ്ച്, വിച്ച് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫസ്റ്റ് വണ്ണിനും ലാസ്റ്റ് വണ്ണിനും ഒരേ റേഞ്ച്. R1 is equal to R3, which is less than that of R2. That is option 4 is the right answer. Clear? Question number 17. 17 നോക്കൂ. The maximum range of a gun in a horizontal 1 kilometer g is 10. What must be the muzzle velocity എന്നാണ് initial velocity. Maximum range എന്ന് പറഞ്ഞാൽ U²/g ആണ്. That is equal to 1 kilometer എന്ന് പറഞ്ഞാൽ 1000 meter. അപ്പോൾ U² is equal to 1000 into G 10. അപ്പോൾ U² is equal to 10⁴. അപ്പോൾ U is equal to 10⁻². That is 100 meter per second. Option 3 is the right answer. Next, question number 18. Equation of a projectile is given. ഒരു ഇക്വേഷൻ ഓഫ് എ പ്രൊജക്ടൈൽ AX - BX². AXൽ A എന്ന് പറയുന്നത് tan തീറ്റയാണ്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ എക്സിൻ്റെ കൂടെ വരുന്ന ആൾ tan തീറ്റയാണ്. അപ്പോൾ tan ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു √3. അപ്പോൾ tan 60 ആണ് √3 വരുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 60 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 ഓപ്ഷൻ 3 is the right answer. Question number 19. The maximum height attained by a projectile is increased by 10% by increasing the speed of
projection without changing the angle of projection. The percentage increase in the horizontal range is. Okay, height in equation എന്താ? Height is equal to u square sin square theta by 2g. അപ്പോൾ ഹൈറ്റ് 10% കൂടണമെങ്കിൽ ഹൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ അല്ലേ? അപ്പോൾ 10% ഒരു ചെറിയ ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ. അപ്പോൾ ഹൈറ്റ് 10% കൂടണമെങ്കിൽ യു ഒരു 5% കൂട്ടിയാൽ മതി. യു 5% കൂട്ടിയാൽ എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു യു സ്ക്വയർ ആണ്, എച്ച് 10% കൂടിക്കോളും. അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻക്രീസ് ഇൻ ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. ആംഗിൾ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ range is proportional to u square. അപ്പോൾ range increased by 10%. Question number 19. Option 3 is the right answer. Question number 20. If A is equal to 4i minus 3j and B is equal to 6i minus 8j, 6i plus 8j, the magnitude and direction of A plus B. അപ്പോൾ നമ്മൾ ആദ്യം A plus B കാണാം. A plus B കണ്ടാൽ 10i പ്ലസ് 5j എന്ന് കിട്ടും. ശരിയല്ലേ? 10i പ്ലസ് 5j. അപ്പം എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 100 പ്ലസ് 25, റൂട്ട് 125, ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു 25, ദാറ്റ് ഈസ് 5 റൂട്ട് 5, 5 റൂട്ട് 5. ഓക്കെ, ഇനി ആ വെക്ടർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അല്ല ഉണ്ടാവുക എക്സിൽ 10 അല്ലേ, 10i എക്സിൽ 10, y 5, ഇവിടെ 5, അപ്പോൾ ഇത് തീറ്റ. അപ്പോൾ ടാൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു 5/10, ദാറ്റ് ഈസ് 1/2. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/2, മാഗ്നിറ്റ്യൂഡ് ഇസ് 5 റൂട്ട് 5. ക്വസ്റ്റ്യൻ നമ്പർ 20, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 30 യൂണിറ്റ് മേക്ക് എൻ ആംഗിൾ വിത്ത് ഈച്ച് ആക്സിസ് എക്സ് വൈ സെഡ് ആക്സിസ് ഈക്വൽ ആംഗിൾ മേക്ക് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ജോമെട്രി വരയ്ക്കുകയാണെങ്കിൽ 3 ഡയമെൻഷണൽ ജോമെട്രി വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വെക്റ്റർ 3 ആക്സിസുമായിട്ട് എക്സും വൈയും സെഡുമായിട്ട് ഈക്വൽ ആംഗിൾ ആൽഫ ബീറ്റ ഗാമ, ഇത് 3ഉം ഈക്വൽ ആംഗിളാണ്. അങ്ങനെയെങ്കിൽ ആ വെക്ടറിൻ്റെ ഒരു കോമ്പണൻറ്റ് എത്രയാണെന്ന് ചോദിച്ചത്. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 30 ആണ്. ഓക്കെ, അപ്പം 3 ആക്സിസുമായിട്ട് ഒരേ ആംഗിളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 3 കോമ്പണൻറ്റും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എ എന്ന് കൊടുക്കാം. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എ എക്സ് എ വൈ എ സെറ്റ്, ആ 3ഉം സെയിം ആയിരിക്കും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു റൂട്ട് 3 എ എന്ന് വരും. ശരിയല്ലേ? ഓക്കെ, ടോട്ടൽ റൂട്ട് 3 എ എക്സും എ വൈയും എ സെറ്റും ഒക്കെ സെയിം തന്നെയല്ലേ? അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 30 ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ 30 ഈസ് ഈക്വൽ ടു റൂട്ട് 3 എ എക്സ്. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു എ വൈ ഇസ് ഈക്വൽ ടു എ സെഡ് ഇസ് ഈക്വൽ ടു 30/√3. 30/√3. 30/√3 നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 വരും. ആ 3യും 30യും കട്ട് ചെയ്താൽ 10√3 എന്ന് വരും. 10√3, that is option 1 is the right answer. Next question. Circular orbit satellite of radius r1 and r2 is greater than that of r2. Angular velocity of satellites are same. Their centripetal accelerations are related to. Okay, അപ്പോൾ നോക്കൂ, r2 is greater than that of r1. r2 ആണ് കൂടുതൽ. അപ്പോൾ r2 വലുതും r1 ചെറുതും. ഓക്കെ, ആംഗുലാർ വെലോസിറ്റീസ് ഓഫ് സാറ്റലൈറ്റ് ആർ സെയിം. അപ്പോൾ ഒമേഗ രണ്ടുപേർക്കും സെയിം ആണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു r omega സ്ക്വയർ.
അപ്പോൾ ഒമേഗ രണ്ടുപേർക്കും സെയിം ആണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ഒമേഗ. അപ്പോൾ R2 കൂടുതലാണെങ്കിൽ അയാളുടെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ A2 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് A1. A2 is greater than that of A1. That is option 3 is the right answer. Question number 25. In case of uniform circular motion, velocity and acceleration. Uniform circular motion, acceleration, velocity acceleration perpendicular to each other ആണ്. velocity constant അല്ല, acceleration constant അല്ല. അവരുടെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ്റെ അകത്തുള്ളത് വെച്ച് നോക്കുമ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇസ് ഓൾവേസ് ടുവേർഡ്സ് സെൻറ്റർ, then velocity is always tangential. അപ്പോൾ അവർ എപ്പോഴും perpendicular ആയിരിക്കും, perpendicular to each other. Question number 25, option 1 is the right answer. 26. If the elevator shown in the figure moving upward with the constant acceleration 2 meter per second square, tension in the string connected to the block. Okay, tension മുകളിലേക്കല്ലേ പോകുന്നത്. T is equal to m into g plus a. അപ്പോൾ T is equal to m 60 into g plus a, 10 plus 2. അപ്പോൾ 60 into 12. അപ്പം 600, 720. Option 2 is the right answer. Question number 26, option 2 is the right answer. Question number 27. Block are in contact in a frictionless table and has a mass m, other has a mass 2m. Okay. Now the force F is applied on M. In case of the ratio of contact force between two block will be. Contact force between two block will be. Contact force between two block. Okay. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ബ്ലോക്ക്, രണ്ട് ബ്ലോക്ക് ഒരേ ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുക. രണ്ടിൻ്റെ ആക്സിലറേഷൻ കോമൺ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ മുകളിൽ കിട്ടുന്ന ഫോഴ്സ് ലെറ്റ്സ് F1 is equal to മാസ് ഡബിൾ ആയതുകൊണ്ട് 2ma. രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ മുകളിൽ കിട്ടുന്ന ഫോഴ്സ് വെറും ma. അപ്പോൾ ഈ ഫോഴ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് രണ്ടുപേരുടെ ആക്സിലറേഷൻ സെയിം ആവണമെങ്കിൽ കൂടുതൽ മാസുള്ള ആൾക്ക് കൂടുതൽ ഫോഴ്സ് വേണം. അപ്പോൾ ഡബിൾ മാസുള്ള ആൾക്ക് ഡബിൾ ഫോഴ്സ് വേണം. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റേഷ്യോ കിട്ടും. ദാറ്റ് ഇസ് 2:1. 2:1. ഓപ്ഷൻ 3 is the right answer. 27, option 3 is the right answer. 28. A boy sitting on a topmost berth in the compartment of a train is just going to stop on a railway station. Drop an apple in the open hand and his brother sitting vertically below his hand at a distance 2 meter. The apple will. അതായത് ട്രെയിൻ ഇതാണ്, ഇവിടെ നിന്നാണ് ആപ്പിൾ ഡ്രോപ്പ് ചെയ്യുന്നത്, ഇവിടെയാണ് അത് പിടിക്കാനുള്ള ഹാൻഡ് ഉള്ളത്. ട്രെയിൻ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. അപ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ട്രെയിനിന് റിട്ടാർഡേഷൻ ഉണ്ടാവും. അപ്പോൾ ട്രെയിനിൻ്റെ ആക്സിലറേഷൻ ട്രെയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്നതിൻ്റെ സെയിം ഡയറക്ഷനാണ് ആക്സിലറേഷൻ. ഈ ഡ്രോപ്പ് ചെയ്ത ആപ്പിളിൽ കിട്ടുന്ന ആക്സിലറേഷൻ പുറകോട്ടേക്കായിരിക്കും. ഒരു സ്യൂഡോ ഫോഴ്സ് ഉണ്ടോ? അല്ല സോറി, ഈ ട്രെയിനിൻ്റെ ആക്സിലറേഷൻ പുറകോട്ടേക്കായിരിക്കും. അപ്പോൾ ഈ ആപ്പിളിൽ കിട്ടുന്ന സ്യൂഡോ ഫോഴ്സ് മുന്നോട്ടേക്കായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ വീഴാൻ പോകല്ലേ ചെയ്യുക. അപ്പോൾ ആപ്പിൾ മുന്നോട്ടേക്ക് ഒരു മുന്നോട്ടേക്ക് വീഴാൻ പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ടാണ് വീഴുക. അപ്പോൾ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഹാൻഡ് വെച്ചില്ലേ, അതിൻ്റെ ഫ്രണ്ടിലാണ് ആപ്പിൾ വന്ന് വീഴുക. സ്ലൈറ്റ്ലി എവേ ഫ്രം ദ ഹാൻഡ് ഈസ് ബ്രദർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ട്രെയിൻ. അതെ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ട്രെയിനിന് മുന്നോട്ടേക്കായിരിക്കും. എവേ ആയിട്ടാണ് മൂവ് ചെയ്യുക ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ട്രെയിൻ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 28, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. Next, 29. A cricket ball of mass 250 gram collide with a bat with a velocity 10 meter per second returns with the same velocity in 0.01 seconds. The force ആണ് കണ്ടുപിടിക്കേണ്ടത്. Force is equal to change in momentum divided by change in time. Change in momentum എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റത്തിന് ഡയറക്ഷൻ ഞാൻ മൈനസ് എടുത്തു. ബാറ്റിങ്ങിനല്ലേ, ബോൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതാണ് ഇനീഷ്യൽ മൊമെൻറ്റം.
എം വി, ഹിറ്റ് ചെയ്ത് ബോൾ തിരിച്ചു പോകും ഇങ്ങോട്ടേക്ക്, ഫൈനൽ മൊമെൻറ്റം മൈനസ് എം വി, കാരണം ഇനീഷ്യൽ മൊമെൻറ്റം ഇങ്ങോട്ടേക്കാണ്, ഫൈനൽ മൊമെൻറ്റം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം മൈനസ് എം വി ഇനീഷ്യൽ മൊമെൻറ്റം എം വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പം മൈനസ് ഓഫ് 2 mv ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2 ഇൻറ്റു മാസ് 250 ഇൻറ്റു 10⁻³ ഇൻറ്റു മാസ് 10, വെലോസിറ്റി 10 ടൈം 10⁻². അപ്പോൾ -3 -2 കട്ട് ചെയ്താൽ -1 വരും, -1ഉം 0യും കട്ട് ചെയ്ത് ഒഴിവാക്കി, -2 ഇൻറ്റു 250 ദാറ്റ് ഇസ് -500 ന്യൂട്ടൺ. മൈനസ് നോക്കണ്ട, 500 ന്യൂട്ടൺ. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ആ മൈനസ് അതിൻ്റെ ഡയറക്ഷനാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഇസ് 500 ന്യൂട്ടൺ. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 29. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 30. എ ബ്ലോക്ക് ഓഫ് മാസ് m is placed on a smooth inclined plane at angle theta with the horizontal. The force exerted by the plane on the block. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിലൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്താൽ ബ്ലോക്കിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന വെയ്റ്റ് ഡൗൺവേർഡ് എം ജി, ഇത് തീറ്റ. അപ്പോൾ വെയ്റ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എം ജി കോസ് തീറ്റ. നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് എൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സർഫസ് ബ്ലോക്കിന് കൊടുക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ സർഫസ് ബ്ലോക്കിന് കൊടുക്കുന്ന ഫോഴ്സ് നോർമൽ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. സോ ദാറ്റ് ഇസ് എം ജി കോസ് തീറ്റ. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Force time graph of a moving object shown in figure. The change in momentum of the body between 0 and 10 seconds. Change in momentum എന്ന് പറയുന്നത് ഡെൽറ്റ പി ആണ്. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് 8 ഇൻറ്റു ഹൈറ്റ് 1 മൈനസ് ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ നെഗറ്റീവ് സൈഡിൽ 0.5 ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 2 എന്ന് വരും. ഇത് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 4 വരും. അപ്പോൾ 4 - 1 ദാറ്റ് ഈസ് 3. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 31. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. 32. ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് ആക്ട്സ് ഓൺ എ ബ്ലോക്ക് ഓഫ് മാസ് എം. ദ ബ്ലോക്ക് റിമൈൻ സ്റ്റേഷനറി. ദ വാല്യൂ ഓഫ് എഫ് ഇസ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഇസ്. അപ്പോൾ റിമൈൻ സ്റ്റേഷനറി ആണെങ്കിൽ അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സസ് ബാലൻസ്ഡ് ബൈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ അവിടുത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് എഫ് ഇറ്റ് സെൽഫ്. ക്വസ്റ്റൻ നമ്പർ 32. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 33. കൺസിഡർ ദ ഫോഴ്സ് I + J + K. അനദർ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു എഫ് ഇസ്. അപ്പോൾ 4 ഓപ്ഷനിൽ ഏതൊരു ഓപ്ഷൻ ആ എഫിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ 2 ഫോഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇപ്പോൾ എഫ് ഡോട്ട് എഫ് ഡാഷ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. 2 വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ വെക്ടറും ഇതും ഡോട്ട് ചെയ്താൽ നമുക്ക് 0 കിട്ടില്ല, കാരണം ഇവിടെയും പ്ലസ് ആണ് ഇവിടെയും പ്ലസ് ആണ്. ഇതും ഡോട്ട് ചെയ്താൽ 0 കിട്ടില്ല. ഓപ്ഷൻ 3 നോക്കാം. 2 × 1 3 -1 × 1 1 -1 × 1 1. അപ്പോൾ 3 - 2 അതും 0 വരില്ല. ഫോർത്ത് ഓപ്ഷൻ നോക്കാം. 3 × 1 3 -4 അതും 0 വരില്ല. ഓപ്ഷൻ 3 ഒന്നും കൂടെ നോക്കാം. 2 × 1 ദാറ്റ് ഇസ് 2 -1 × 1 -1 -1 × 1 -1. So that is 2 - 2 0. യെസ്, നേരത്തെ നോക്കിയപ്പോൾ എന്തോ മിസ്സായി പോയതാണ്. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. തേർഡ് ഓപ്ഷനിലുള്ള വെക്ടറും ഈ വെക്ടറും കൂടെ ഡോട്ട് ചെയ്താൽ നമുക്ക് 0 കിട്ടും. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. 33. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. 34. എ ബ്ലോക്ക് ഓഫ് മാസ് 3 kg പുൾഡ് ബൈ എ ഫോഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30. അപ്പോൾ ഇവിടെ എഫ് ഫോഴ്സ് വലിക്കുന്നു 30 ഡിഗ്രിയിൽ. അപ്പോൾ അതിൻ്റെ ഹൊറിസോണൽ ഡയറക്ഷനിലെ കോമ്പണൻറ്റ് വരിക എഫ് കോസ് തീറ്റയാണ്. എഫ് കോസ് 37. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ mu is equal to 1/3. For what minimum value of this force will the block start sliding? അപ്പോൾ ബ്ലോക്ക് സ്റ്റാർട്ട് സ്ലൈഡിങ് ആവണമെങ്കിൽ ഫ്രിക്ഷൻ ഓവർകം ചെയ്യണം. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഒരു കോമ്പണൻറ്റ് മുകളിലേക്ക് ഉണ്ടാവും എഫ് സൈൻ തീറ്റ, എഫ് സൈൻ 37. വെയിറ്റ് താഴേക്ക് ഉണ്ടാവും എം ജി. നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 37ൻ്റെ സൈൻ വാല്യൂ കോസ് വാല്യൂ നോക്കണം. 37 എന്ന് പറഞ്ഞാൽ 3 4 5 ട്രയാങ്കിളാണ്. സൈൻ 37 എന്ന് പറയുന്നത് 3/5 കോസ് 37 എന്ന് പറയുന്നത് 4/5 ആണ്.
അപ്പോൾ മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ പ്ലസ് എഫ് സൈൻ 37 എന്ന് പറയുന്നത് എഫ് 3/5 എഫ് ഇൻറ്റു 3/5 ദാറ്റ് ഈസ് ഈക്വൽ ടു എം ജി. മാസ് എത്ര? 3. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 30 മൈനസ് 3f/5. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷനാണ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ 1/3 ഇൻറ്റു നോർമൽ റിയാക്ഷൻ 30 മൈനസ് 3/5 എഫ്. അപ്പോൾ 1/3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 10 മൈനസ് f/5. ഈ 3 ഇങ്ങോട്ട് 30/3 10 വരും. 3f/5 ഡിവൈഡ് ബൈ 3 ചെയ്താൽ 3 ക്യാൻസൽ ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫ്രിക്ഷൻ വരിക. ഇനി അപ്ലൈഡ് ഫോഴ്സ് ഫ്രിക്ഷനും ഈക്വൽ ആവണം. അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എഫ് അപ്ലൈഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഫ്രിക്ഷൻ. എഫ് അപ്ലൈഡ് എന്ന് പറയുന്നത് എഫ് കോസ് 37 അല്ലേ? യെസ്, എഫ് കോസ് 37. എഫ് കോസ് 37 എഫ് ഇൻറ്റു 4/5 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് 10 മൈനസ് f/5. ഇതെടുത്ത് പുറത്തേക്ക് ഇടാം. അപ്പോൾ 4f/5 പ്ലസ് f/5 ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 വരും. അപ്പോൾ നമുക്ക് 5f ഡിവൈഡഡ് ബൈ 5 ക്യാൻസൽ ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എഫ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 10 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 34 ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 35. 100 kilogram gun fires a bullet of 1 kg. 1 കിലോ മാസുള്ള ബുള്ളറ്റ്, വലിയ ബുള്ളറ്റാന്ന് തോന്നുന്നു. ഹൊറിസോണ്ടലി ഫ്രം ദ ക്ലിഫ് ഓഫ് 500 meter. ഇറ്റ് ഫാൾസ് ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 400 meter. അപ്പോൾ അതിൻ്റെ റേഞ്ച് 400 meter ആണ്. ദ റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ഗൺ. റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ഗണ്ണ് കിട്ടണമെങ്കിൽ ഗണ്ണിന് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം കിട്ടണം. ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം കിട്ടണമെങ്കിൽ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി കിട്ടണം. അപ്പോൾ ഈ ഫയർ ചെയ്ത ബുള്ളറ്റ് താഴെ എത്താൻ എത്ര സമയം എടുക്കും നോക്കുക. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഫയർ ചെയ്തത്, താഴെ എത്താൻ എത്ര സമയം എടുക്കും നോക്കുക. ഈ ഡിസ്റ്റൻസാണ് 400 തന്നത്. താഴെ എത്താൻ എടുക്കുന്ന സമയം t is equal to √2h/g. സോ ദാറ്റ് ഈസ് √2 ഇൻറ്റു h 500 ആണ്, g 10 ആണ്. 0 ക്യാൻസൽ ചെയ്തു. അപ്പം √100 വരും. ദാറ്റ് ഇസ് 10 വരും. 10. ഇനി താഴെ എത്താനുള്ള സമയം 10 ആണ്. അപ്പോൾ താഴേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, താഴെയല്ല ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ 400 ഈസ് ഈക്വൽ ടു u ഇൻറ്റു ടൈം 10 കിട്ടില്ല. അപ്പോൾ 0 ക്യാൻസൽ ചെയ്താൽ u 40 കിട്ടും. അപ്പം കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഗണ്ണിൻ്റെ മൊമെൻറ്റം, ഗണ്ണിൻ്റെ മാസ് ഇൻറ്റു ഗണ്ണിൻ്റെ വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം, ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഗണ്ണിൻ്റെ മാസ് 100 ഇൻറ്റു ഗണ്ണിൻ്റെ വെലോസിറ്റി v ദാറ്റ് ഈസ് ഈക്വൽ ടു ബുള്ളറ്റിൻ്റെ മാസ് 1, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 40. അപ്പോൾ ഗണ്ണിൻ്റെ റീകോയിലിംഗ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 40/100. 0 ക്യാൻസൽ, ദാറ്റ് ഈസ് 0.4. 4/10 0.4. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. 36. A block of 5 kg suspended by massless rope of length 2 meter from the ceiling. A force of 50 Newton is applied horizontal direction at the midpoint of the rope as shown in figure. The angle made by the rope with vertical. ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഈ ആംഗിളും അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും T. അതിൻ്റെ ഒരു കോമ്പണൻറ്റ് മുകളിലേക്ക് ഉണ്ടാവും T cos θ. ഇങ്ങോട്ടേക്കൊരു കോമ്പണൻ്റ് ഉണ്ടാവും T sin θ. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് T sin θ ഈസ് ബാലൻസ്ഡ് ബൈ 50. മുകളിലേക്കുള്ള T cos θ ഈസ് ബാലൻസ്ഡ് ബൈ താഴോട്ടേക്കുള്ള വെയിറ്റ് mg. മുകളിലേക്കുള്ള T cos θ ഈസ് ബാലൻസ്ഡ് ബൈ താഴോട്ടേക്കുള്ള വെയിറ്റ് mg. mg എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു g 10. 0 ക്യാൻസൽ, 5 ക്യാൻസൽ, t ക്യാൻസൽ, സൈൻ ബൈ കോസ് tan. അപ്പോൾ tan θ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ θ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. 36 ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ് നമ്പർ 37. The velocity v, acceleration a, force F chosen as the fundamental quantities, then the dimension formula of angular momentum in terms of v, a and f.
നോക്കൂ, ആംഗുലാർ മൊമെൻ്റ് എന്ന് പറയുന്നത് എം വി ആർ ആണ്. എം വി ആറിൻ്റെ ഡയമെൻഷൻ വരിക എം L² T⁻². ഇതേ ഡയമെൻഷൻ 4 ഓപ്ഷനിൽ ഏതാ വരിക എന്നാണ് ചോദിച്ചത്. നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഫോഴ്സ് ML T⁻², ആക്സിലറേഷൻ (-1). ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ LT⁻², ആണ്. അപ്പോൾ LT⁻1 എന്ന് പറഞ്ഞാൽ L⁻1 T⁻². ദെൻ വെലോസിറ്റി LT⁻1. അപ്പോൾ ഇവിടെ ഈ L⁻1 എല്ലും ക്യാൻസൽ ആവും, നമുക്ക് L² കിട്ടില്ല. നമ്മളെ വേണ്ട ആംഗുലാർ മൊമെൻ്റത്തിൻ്റെ ഡയമെൻഷനിൽ L² ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാവില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഫോഴ്സ് ML T⁻², വെലോസിറ്റി (3). വെലോസിറ്റി (3) എന്ന് പറഞ്ഞാൽ L⁻3 L⁻3, വെലോസിറ്റി (3) അല്ല. അപ്പോൾ L⁻3 T⁻3. ഓ, ദെൻ ആക്സിലറേഷൻ (-2). ആക്സിലറേഷൻ (-2) എന്ന് പറയുമ്പോൾ L⁻2 T⁻3. അപ്പോൾ ഇത് ക്യാൻസലായി. T⁻2 L⁻3 ക്യാൻസൽ ചെയ്താൽ L⁻1 വരും. L⁻1 എല്ലും L². അപ്പോൾ ML² T⁻2. അപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? 38. Statement 1. Pressure can be subtracted from pressure gradient. Yes, pressure can be subtracted from pressure gradient. Correct ആണ്. Statement 2. Pressure and pressure gradient will have different dimensions. Pressure gradientൻ്റെ dimension different ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. 39. 2 trains each of length 15 meter moving in parallel to each other with a speed 10 and 15. At what time will they pass each other? അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ടുവേർഡ്സ് ഈച്ച് അതറാണ് മൂവ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം രണ്ട് ട്രെയിനിൻ്റെ ലെങ്ത്ത് 50 ആണ്. ടൈം ടേക്കൺ ടു ക്രോസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. രണ്ട് ട്രെയിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ കവർ ചെയ്യേണ്ട ടോട്ടൽ ഡിസ്റ്റൻസ് L1 + L2, ട്രെയിനിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മ്. ടൈം ടേക്കൺ വെലോസിറ്റി വരിക, റിലേറ്റീവ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് 10 + 15. അപ്പോൾ നമുക്ക് 100 / 15 വരും. അപ്പോൾ 100/15 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 / 3 എന്ന് വരും. 20/3. 10ഉം 15ഉം അല്ലേ? ഓ, 10ഉം 15ഉം. അപ്പോൾ 10 + 15. അപ്പോൾ നമുക്കിവിടെ 25 വരും. 25 വന്നു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 4. 100/25 4 അല്ലേ? 4 സെക്കൻഡ്. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. 40th one. The vertical height of P above the ground is twice the Q. A particle is projected downward with a speed 9.8 from the point P. Simultaneously, another particle is projected upward with the same speed 9.8 from Q. നോക്കടാ, ഇത് ഗ്രൗണ്ടാന്ന് അസ്യൂം ചെയ്യാം. ഇത് ഗ്രൗണ്ടാന്ന് അസ്യൂം ചെയ്യാം. അതിൽ ദ ഹൈറ്റ് ഓഫ് പി എബോവ് ദ ഗ്രൗണ്ട് ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് ക്യൂ. അപ്പോൾ ക്യൂ ഇവിടെ എവിടെയാണ്. ക്യൂവും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് ലെറ്റ്സ് സേ h. അപ്പോൾ ട്വൈസ് ദാറ്റ് ഓഫ്, അതായത് ക്യൂവും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡബിളാണ് പിയും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ്. ദ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് പി എബോവ് ദ ഗ്രൗണ്ട് ഇസ് ട്വൈസ് ദാറ്റ് ഓഫ് ക്യൂ. അപ്പോൾ ഈ ഹൈറ്റ് 2h ആയിരിക്കും. 2h. Okay. A particle is projected downward with a speed of 9.8 from the point P. അപ്പോൾ ഇവിടെ നിന്നൊരു ഒബ്ജക്റ്റ് താഴേക്ക് ത്രോ ചെയ്തു വിത്ത് എ വെലോസിറ്റി 9.8. U ഈസ് ഈക്വൽ ടു 9.8. അപ്പോൾ ഡൗൺവേർഡ് വെലോസിറ്റി നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാം. ദെൻ another particle is projected upward upward with the same speed 9.8 from Q. അപ്പോൾ ഇവിടെ നിന്നൊരു പാർട്ടിക്കിൾ മുകളിലേക്ക് ത്രോ ചെയ്തു വിത്ത് ദ സെയിം സ്പീഡ് -9.8. ബിക്കോസ് താഴോട്ടേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്താൽ മുകളിലേക്കുള്ളത് നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ താഴോട്ടേക്കുള്ളതെല്ലാം പോസിറ്റീവ്, അതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ താഴെ വന്ന് വീഴും, ഈ പാർട്ടിക്കിളിൽ മുകളിൽ പോയിട്ട് പിന്നെ താഴെ വന്ന് വീഴും. അപ്പോൾ എനിവേ ഫസ്റ്റ് പിന്ന് ത്രോ ചെയ്ത പാർട്ടിക്കിൾ താഴെ വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 2h ആണ്.
മുകളിലേക്ക് ത്രോ ചെയ്ത ആൾ ഫൈനലി താഴേക്ക് എത്തുന്ന സമയത്ത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതും 2h ആണ്, h ആണ്. ഇവിടുന്ന് ഇങ്ങനെ ത്രോ ചെയ്ത് താഴെ വന്ന് വീഴുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതും h ആണ്. രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റും താഴേക്കാണ്. ബോത്ത് പാർട്ടിക്കിൾ റീച്ചസ് ദ ഗ്രൗണ്ട് സൈമുൾട്ടേനിയസ്ലി, രണ്ടും ഒരേ സമയത്താണ് താഴെ എത്തിയത്. ടൈം ടേക്കൺ, ആ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഒന്നാമത്തെ പാർട്ടിക്കിൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് 2h ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 9.8 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. രണ്ടാമത്തെ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെൻറ്റ് h ആണ്, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് 9.8 ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇതാണ് രണ്ട് ഇക്വേഷൻ. രണ്ടിലെയും ടൈം സെയിം ആണ്. ബോത്ത് പാർട്ടിക്കിൾ റീച്ചസ് ദ ഗ്രൗണ്ട് സൈമുൾട്ടേനിയസ്ലി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് അവിടെ 2h ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 9.8 ഇൻറ്റു 2 19.6 ടി പ്ലസ് ഹാഫ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ ആ ഹാഫ് ക്യാൻസൽ ആയി പോവും, ജി ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേറ്റ് ചെയ്യാം, കാരണം രണ്ടും 2hൻ്റെ ഇക്വേഷനാണ്. അത് ഇക്വേറ്റ് ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 9.8 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 9.8 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 19.6 ടി പ്ലസ് ജി ടി സ്ക്വയർ. ഈ മൈനസ് ഓഫ് 19.6 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് പ്ലസ് ആവും. അപ്പോൾ 9.8ഉം 19.6ഉം 9.8 പ്ലസ് 19.6 29.4 ടി. ഈ ഹാഫ് ജി ടി സ്ക്വയറിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ടി സ്ക്വയർ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, യു വിൽ ഗെറ്റ് ഹാഫ് ജി ടി സ്ക്വയർ. ഒരു ടി നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ 29.4 ഈസ് ഈക്വൽ ടു ഹാഫ് ജി എന്ന് പറയുമ്പം 4.9 ടി എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഹാഫ് ജി ദാറ്റ് ഈസ് 4.9 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 29.4 ഡിവൈഡഡ് ബൈ 4.9 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി which is exactly equal to 6 seconds. 6 seconds, that is option 3 is the right answer. Clear alleda? Next question. A small electric car has a small electric car has a maximum constant acceleration 1 meter per second square, maximum constant deceleration 2 meter per second square, and maximum speed of 20 meter per second. The amount of time it would take to drive 1 kilometer starting from rest and finishing at rest. അപ്പോൾ നോക്കൂ, ഒരു കാറ് ആദ്യം 1 meter per second സ്ക്വയറിൽ ആക്സിലറേറ്റ് ചെയ്തു, എന്നിട്ട് 20 meter per second സ്പീഡിലെത്തി. ഓക്കെ, ആ സ്പീഡിൽ കുറച്ച് സമയം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. 1 meter per സെക്കൻഡ് സ്ക്വയറിൽ ആക്സിലറേറ്റ് ചെയ്താൽ 20 meter per second ആവാൻ 20 സെക്കൻഡ് എടുക്കും. കാരണം ഓരോ സെക്കൻഡിലും ഒരു മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് സ്പീഡ് കൂടുന്നത്. 1 meter per second സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിൽ 1 meter per second സ്പീഡ് വെച്ചിട്ടല്ലേ കൂടുക. അങ്ങനെ കൂടി 20 ആവാൻ 20 സെക്കൻഡ് എടുക്കും. പിന്നെ 20 meter per second കുറച്ച് ദൂരം സഞ്ചരിച്ചു, ആ സമയം നമുക്ക് അറിഞ്ഞൊരു ടി ടൈമാണെന്ന് വിചാരിക്കാം. പിന്നെ കാറ് ഡീസിലറേറ്റ് ചെയ്തു. ഡീസിലറേറ്റ് ചെയ്യാൻ സ്പീഡ് കുറയുക. 2 meter per second സ്ക്വയറിലാണ് സ്പീഡ് കുറയുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് 20 ആണ്. 2 meter per second സ്ക്വയർ ആക്സിലറേഷനിൽ സ്പീഡ് കുറഞ്ഞ് ഫൈനലി കംസ് ടു റെസ്റ്റ് ആയാൽ 20 meter per second വെലോസിറ്റി 2 meter per second സ്ക്വയർ സ്പീഡ് റിട്ടാർഡേഷനിൽ കുറയാണ്. 2 meter per second സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 2 meter per second വെച്ച് സ്പീഡ് കുറയും. അപ്പോൾ 20 0 ആവാൻ 10 സെക്കൻഡ് സമയം എടുക്കും. ഓക്കെ, ഓരോ സെക്കൻഡിലും എത്ര വെച്ചിട്ടാണ് കുറയുന്നത്? ടൈം ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം ഇവിടെ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനീഷ്യൽ വെലോസിറ്റി 0, അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടൈം. ഇവിടെ വി ഈസ് ഈക്വൽ ടു യു മൈനസ് എ ടി, അതിൽ ഫൈനൽ വെലോസിറ്റി 0, അപ്പോൾ 0 ഈസ് ഈക്വൽ ടു യു മൈനസ് എ ടി, അപ്പോൾ യു ബൈ എ ഈസ് ഈക്വൽ ടു ടി. ഇവിടെ 20 ഡിവൈഡഡ് ബൈ എ 2 ആണ്, അപ്പോൾ 20 by 2 10 seconds. ഇവിടെ 20 by 1, അപ്പോൾ 20 seconds. ഓക്കെ, നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കൂ, സ്പീഡ് ഇൻക്രീസ് ചെയ്തു, 20 meter per second ആയി.
എത്ര സെക്കൻഡ് ഉണ്ട്? 20 സെക്കൻഡ് ഉണ്ട്. പിന്നെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്നത് ടി ടൈം. പിന്നെ റിട്ടാർഡേഷൻ, വെലോസിറ്റി 0 ആയി. 0 ആവാൻ എടുത്ത സമയം 10 സെക്കൻഡ്സ്. ഇത് 10 സെക്കൻഡ്സ്, ഇത് 20 സെക്കൻഡ്, ഇത് ടി ടൈം. ഓക്കെ, ടോട്ടൽ 1 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 100 മീറ്ററാണ്. 1 കിലോമീറ്ററിന് 100 മീറ്റർ അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളുടെ ഏരിയ വരിക 1/2 × 20 × 20 പ്ലസ് ഈ റെക്റ്റാങ്കിളുടെ ഏരിയ വരിക 20 × t പ്ലസ് ഈ ട്രയാങ്കിളുടെ ഏരിയ വരിക 1/2 × 10 × 20. അപ്പോൾ ഇവിടെ 2ഉം ക്യാൻസൽ ചെയ്താൽ 10 × 20 ദാറ്റ് ഇസ് 200 പ്ലസ് 20 × t 20t പ്ലസ് 1/2ഉം 20യും കട്ട് ചെയ്താൽ 10 വരും. 10 × 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 1000. അപ്പോൾ 200 പ്ലസ് 300 300 വരും. 300 അപ്പുറത്തേക്ക് പോയാൽ 20t ഈസ് ഈക്വൽ ടു 1000 മൈനസ് 300. അപ്പോൾ 20t ഈസ് ഈക്വൽ ടു 700. ഒരു 0 ക്യാൻസൽ ചെയ്താൽ t ഈസ് ഈക്വൽ ടു 35 സെക്കൻഡ്സ് കിട്ടും. 35 സെക്കൻഡ്സ്. ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്ത ടൈമാണ് 35 സെക്കൻഡ്സ്. പിന്നെ റിട്ടാർഡേഷൻ്റെ 10ഉം ആക്സിലറേഷൻ്റെ 20യും 30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 65 സെക്കൻഡ്സ്. 65, that is option 4 is the right answer. Clear? See next question. If the instantaneous velocity of a particle projected as shown in figure, instantaneous velocity is equal to v instant is equal to a I cap plus b minus ct j cap. ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇനീഷ്യലി ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണോ അത്ര തന്നെ ux തന്നെ വരും. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി മാറില്ല. അപ്പോൾ അത് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്രയാണോ വെലോസിറ്റി അത് തന്നെയാണ് വരിക. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി ഓൾവേസ് കോൺസ്റ്റന്റ് ഡ്യൂറിംഗ് ദ പ്രൊജക്ടൈൽ മോഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിലെ വെലോസിറ്റിയിൽ മാറ്റം വരും. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയിൽ uy ഇനീഷ്യലി എത്ര ആയിരുന്നു ഉണ്ടത്? ഇനീഷ്യലി എക്സ് ഡയറക്ഷനിൽ ux, y ഡയറക്ഷനിൽ uy. ഇനീഷ്യലി y ഡയറക്ഷനിൽ എത്രയാണുള്ളത്? -gt എന്ന് വരും. കാരണം മുകളിലേക്ക് പോകും തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം താഴോട്ടേക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു u + at എന്നാണ് ഇക്വേഷൻ ഉണ്ടല്ലോ, സെയിം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കും ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും. മൈനസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gt. അപ്പോൾ u + at പകരം u - gt എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഐ ക്യാപ്പിൻ്റെ കൂടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് എ ആണ്. അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി -gt ആണ്. അങ്ങനെ നോക്കുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നത് b - ct ആണ്. അപ്പോൾ uy എന്ന് പറയുന്നത് b ആണെന്ന് മനസ്സിലായി. അപ്പോൾ നോക്കൂ, ഇവിടെ u along y direction is equal to initial velocity along y direction minus gt. ഇവിടെ ദാ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയിൽ y കോമ്പണൻറ്റ് b - ct എന്നാണ്. അപ്പോൾ ആ b എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അലോങ് y ഡയറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കിട്ടി ux, ux is equal to a, y ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി uy is equal to b. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണെന്നാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് is equal to 2 into x ഡയറക്ഷനിലെ വെലോസിറ്റി into y ഡയറക്ഷനിലെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ g ആണ്. അതിൽ x ഡയറക്ഷനിലെ വെലോസിറ്റി എന്താ? u cos തീറ്റ. y ഡയറക്ഷനിലെ വെലോസിറ്റി എന്താ? u sin തീറ്റ. അപ്പോൾ 2 u sin തീറ്റ u cos തീറ്റ. അപ്പോൾ 2u² sin തീറ്റ cos തീറ്റ. 2 sin തീറ്റ cos തീറ്റ ഈക്വൽ sin 2 തീറ്റ. അങ്ങനെയാണ് u² sin 2 തീറ്റ ബൈ g എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കവിടെ 2 into a into b ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം. ദാറ്റ് ഇസ് 2ab ഡിവൈഡഡ് ബൈ ജി. ഇൻസ്റ്റെഡ് ഓഫ് ജി, ജീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നത്? സി അല്ലേ? നോക്കൂ, uy - gt, ഇവിടെ b - ct. അപ്പോൾ ജിയുടെ സ്ഥാനത്ത് വന്നത് സി ആണ്. അപ്പോൾ 2 into ab ഡിവൈഡഡ് ബൈ സി. 2ab by c, that is question number 42. Option 1 is the right answer. 43. A large number of bullets are fired in all directions with the same speed v. What is the maximum area on the ground on which the bullet are spread? ഇപ്പോൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് പ്രൊജക്ടൈൽ മോഷൻ പോലെയാണ്. ഒരു ഡയറക്ഷനിൽ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്താൽ ഇങ്ങനെയല്ലേ വന്ന് വീഴുക. ദിസ് വിൽ ബി ദ റേഞ്ച്.
എല്ലാ ഡയറക്ഷനിലേക്കും അതേ രൂപത്തിൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ച് റേഡിയസ് ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ ഉണ്ടാവും. ആ സർക്കിൾ ആയിരിക്കും ആ ബുള്ളറ്റ് വന്ന് വീഴുന്നതിൻ്റെ ആ ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്രയും ബുള്ളറ്റ് ഉണ്ടാവും. അപ്പം എന്ന് പറഞ്ഞാൽ മാക്സിമം റേഞ്ച് R ഈസ് ഈക്വൽ ടു U²/G. അതിൽ കുറവ് എത്ര വേണമെങ്കിലും റേഞ്ച് ആവാം. അപ്പോൾ അതിൽ കുറവ് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ബുള്ളറ്റ് വരാം. അപ്പോൾ ബുള്ളറ്റ് സ്പ്രെഡ് ചെയ്യുന്ന മാക്സിമം ഒരു സർക്കുലർ ഏരിയയിലാണ് മാക്സിമം സ്പ്രെഡ് ചെയ്യുക. ആ സർക്കുലർ ഏരിയൻ്റെ റേഡിയസ് ആണ് സർക്കുലർ റേഡിയസ് ആണ് U²/G. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ πr² π ഇൻറ്റു U⁴/G². π ഇൻറ്റു U⁴/G². Question number 43, option 2 is the right answer. Next, the initial velocity of a particle of mass 2 kg is initial velocity 4i 4j. അപ്പോൾ initial velocity along x direction is 4, initial velocity along y direction is equal to 4. A constant force of -20J. -20J എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷനിലും ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, വൈ ഡയറക്ഷനിലും ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഓഫ് -20J. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇതാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷനും നെഗറ്റീവ് വൈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ എലോങ് വൈ ഡയറക്ഷൻ, ആക്സിലറേഷൻ എലോങ് വൈ ഡയറക്ഷൻ നെഗറ്റീവ് വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സ് 20 ആണ്, മാസ് 2 ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് 10 കിട്ടും. ഓക്കെ, ഇനീഷ്യലി ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് 0 0. കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിലാണുള്ളത്. ഫൈൻഡ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ വൈ കോർഡിനേറ്റ് ഈസ് എഗെയിൻ 0. വൈ കോർഡിനേറ്റ് എഗെയിൻ 0 എന്ന് പറയുമ്പോൾ ഇവിടെ വൈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ നെഗറ്റീവാണ്. അപ്പോൾ വൈ ഡയറക്ഷനിൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതിങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് മുകളിലേക്ക് എത്ര അതിൻ്റെ വെലോസിറ്റി? വൈ ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി 4 ആണ്. അപ്പോൾ 4 വെലോസിറ്റി ഉള്ളതുകൊണ്ട് അതിങ്ങനെ മുകളിലേക്ക് പോകും. പക്ഷേ താഴോട്ടേക്ക് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ അത് മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് തന്നെ വന്നിട്ട് ഒറിജിനിൽ തന്നെ തിരിച്ചെത്തും. അപ്പം അങ്ങനെ ഒറിജിനിൽ തന്നെ തിരിച്ചെത്തുമ്പോൾ അതിൻ്റെ എക്സ് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു. സോറി, എക്സ് വെലോസിറ്റി അല്ല, എക്സ് കോർഡിനേറ്റ് എത്രയാവുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ഒറിജിനിൽ തന്നെ തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കണം. അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള SY 0 ആവണം. സോ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ ഇൻറ്റു T. ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് -12 AT². അപ്പോൾ വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവണമെങ്കിൽ അപ്പോൾ 0 is equal to വൈ ഡയറക്ഷനിലെ ഇനീഷ്യൽ വെലോസിറ്റി 4T -12 ആക്സിലറേഷൻ ഇസ് 10T². ഈ 14 അങ്ങോട്ട് കൊണ്ടുപോയാൽ -4T is equal to -5T². മൈനസും മൈനസും ക്യാൻസലായി, ടിയും T² ക്യാൻസലായി. അപ്പോൾ 4/5 is equal to നമുക്ക് T എന്ന് കിട്ടും. 4/5 സെക്കൻഡിലാണ് വൈ കോർഡിനേറ്റ് വീണ്ടും 0 ആവുന്നത്. അപ്പോൾ ഇനീഷ്യലി ഒറിജിനിലായിരുന്നു, മുകളിലേക്ക് പോയി തിരിച്ച് ഒറിജിനിൽ തന്നെ എത്താൻ എടുക്കുന്ന സമയമാണ് ഈ 4/5. തിരിച്ച് ഒറിജിനിൽ തന്നെ എത്തുമ്പോൾ വൈ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവും. ആ സമയത്ത് എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ സമയം എന്ന് പറയുമ്പോൾ T is equal to 4/5 സെക്കൻഡ്. എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് is equal to U along x direction into T plus half A along x direction into T². പക്ഷേ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ ഇസ് ഓൺലി ഇൻ J. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ ഈ ടേം 0 ആയിപ്പോവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് along x direction during the time 4/5 second is equal to initial velocity along x direction is 4 into 4 divided by 5. അപ്പോൾ 16 divided by 5. 15/5 ആണെങ്കിൽ നമുക്ക് 3 വരും. അപ്പോൾ 16/5 ആണെങ്കിൽ 3.2. ഓപ്ഷൻ 1 is the right answer. 44 option 1. 45. A particle is moving along a circular path of radius 5 meter with a uniform speed 5 meter per second. The average acceleration when the particle complete half of the revolution. Average acceleration. അപ്പോൾ A average is equal to change in velocity divided by change in time. അപ്പോൾ ഹാഫ് ഓഫ് ദ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെയാണ് കറങ്ങുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പാർട്ടിക്കിൾ ഇവിടെയാണ്, ഇനീഷ്യൽ വെലോസിറ്റി V1. ഹാഫ് ഓഫ് ദ റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തും, ഇങ്ങോട്ടേക്ക് വെലോസിറ്റി V2. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് എടുത്താൽ ഫൈനൽ മൈനസ് ആയിരിക്കണം. ഫൈനൽ V2 മൈനസ് ഇനീഷ്യൽ V1 ഡിവൈഡഡ് ബൈ ഡെൽ, അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി.
അപ്പോൾ ഇത് രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡാണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ഡയറക്ഷനേ മാറുന്നുള്ളൂ. അപ്പോൾ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു -2v എന്ന് വരും. ശരിയല്ലേ? ഇനി ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈമിൻ്റെ ഹാഫാണ് അവിടെ ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം വരിക. ഓക്കെ, യെസ്. അപ്പം ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇതൊരു ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പോൾ ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു π ഇൻറ്റു റേഡിയസ് 5 ആണ് അല്ലേ? ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 5, സ്പീഡും 5 ആണ്. അപ്പോൾ 5ഉം 5ഉം ക്യാൻസലായി ടൈം ടേക്കൺ ഇസ് ഈക്വൽ ടു π. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആവറേജ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു negative of 2 into velocity 5 divided by delta t is equal to നമുക്ക് പൈ അല്ലേ കിട്ടി? യെസ്. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു -10/π. ആ മൈനസ് നോക്കണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. 10/π, ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45, ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്. എ മാസ് ഓഫ് 10 kg is suspended by a rope of length 4 meter from a ceiling. The force F is applied horizontally at the midpoint of the rope such that the top half of the rope make an angle 45 with the vertical. Then the F is equal to, നോക്കൂ, ഒരു റോപ്പിനെ വെർട്ടിക്കലി ഹാങ് ചെയ്ത റോപ്പിനെ നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ പുൾ ചെയ്താൽ ഈ ഡയറക്ഷനിലേക്ക് വിത്ത് ഫോഴ്സ് എഫ്. ഇതിന് താഴെ 10 kg മാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് കാരണം അത് ആ ഭാഗത്തേക്ക് അല്പം ടിൽറ്റ് ആവും. അപ്പം ഈ ഒരു രൂപത്തിലേക്കായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇത് 10 kg, താഴേക്കൊരു 100 Newton ഫോഴ്സ് ഉണ്ടാവും, mg. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എഫ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ആംഗിൾ വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ആണ്. ഈ റോപ്പിനൊരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 2. ഓക്കെ, ഇതും 45. അപ്പോൾ ഇത് ടി കോസ് തീറ്റ, ഇങ്ങോട്ടേക്ക് ടി സൈൻ തീറ്റ. അപ്പോൾ ടി സൈൻ 45 ഈസ് ബാലൻസ്ഡ് വിത്ത് എഫ്. കാരണം ഇങ്ങോട്ടേക്ക് ടി സൈൻ തീറ്റ, ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എഫ്. അപ്പോൾ അത് ബാലൻസ്ഡ് ആണ്, കാരണം അത് അനങ്ങാതെ നിൽക്കല്ലേ. ആൻഡ് മുകളിലേക്ക് ടി കോസ് തീറ്റ, ടി കോസ് 45 വിച്ച് ഈസ് ബാലൻസ്ഡ് ബൈ 100 ന്യൂട്ടൺ. അപ്പോൾ ടീം ക്യാൻസൽ ചെയ്തു. സൈൻ 45 ബൈ കോസ് 45, ടാൻ 45 ഈസ് ഈക്വൽ ടു എഫ് ബൈ 100. ടാൻ 45 1 ആണ്. അപ്പോൾ 100 ഈസ് ഈക്വൽ ടു എഫ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 47. If a body loses half of its velocity while penetrating 3 cm in a wooden block, then how much will it penetrate before comes to rest? നോക്കൂ, ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്കിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതിൻ്റെ വെലോസിറ്റി u. ഇത് എക്സ് ഡിസ്റ്റൻസ് ആണ് പെനട്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഹാഫ് ലൂസ് ചെയ്തു, ഹാഫ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി u/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ u²/4 ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ബുള്ളറ്റ് പെനട്രേറ്റ് ചെയ്യുമ്പോൾ റിട്ടാർഡേഷൻ ഉണ്ടാവുക 2ax. അപ്പോൾ ഈ u² ഇങ്ങോട്ടേക്ക് വന്നാൽ u²/4 മൈനസ് u² ഇസ് ഈക്വൽ ടു 2ax മൈനസ് ഓഫ് 3u²/4 ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2ax. മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3u²/4 ഇസ് ഈക്വൽ ടു 2ax. ഫർദർ ഇത് എത്ര പെനട്രേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ, ഫർദർ പെനട്രേറ്റ് ചെയ്യാൻ ബിഫോർ കംസ് ടു റെസ്റ്റ് നമ്മളൊരു അഡീഷണൽ പ്ലാങ്കും കൂടെ ഇവിടെ പ്ലേസ് ചെയ്യുക. അഡീഷണൽ പ്ലാങ്കിൻ്റെ തിക്നെസ് x'. അപ്പോൾ ഫൈനലി ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് v is equal to 0. അപ്പോൾ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ 0² ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി u/2. കാരണം ഒന്നാമത്തെ പ്ലാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ബുള്ളറ്റാണ് രണ്ടാമത്തെ പ്ലാങ്കിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്ലാങ്കിൻ്റെ ഫൈനൽ വെലോസിറ്റി, ഒന്നാമത്തെ പ്ലാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫൈനൽ വെലോസിറ്റിയാണ് രണ്ടാമത്തെ പ്ലാങ്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് ഈസ് u²/4 മൈനസ് 2ax'. x' ഈസ് ദ ന്യൂ തിക്നെസ്. അപ്പോൾ മൈനസ് u²/4 ഈ ടേമിന് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2ax'. മൈനസും മൈനസും ക്യാൻസൽ ആവും. u²/4 ഇസ് ഈക്വൽ ടു 2ax'.
ഈ 2 ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസറായി. ഓക്കെ, അത് 2 ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കൂ, 3u²/4. 3u² ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ u²/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 3u²/4ൻ്റെ RHS 2ax വരിക ഡിവൈഡഡ് ബൈ ഇവിടെ 2ax ഡാഷ്. 2a ക്യാൻസലായി, 4 ക്യാൻസലായി, u² ക്യാൻസലായി. അപ്പോൾ 3 ഈസ് ഈക്വൽ ടു x/x ഡാഷ് എന്ന് വരും. അപ്പോൾ ഈ x ഡാഷ് ഈസ് ഈക്വൽ ടു x/3 എന്ന് വരും. എക്സ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ള പ്ലാങ്കിൻ്റെ തിക്നെസ് ആണ്, അത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പുതിയ അഡീഷണൽ പ്ലേസ് ചെയ്ത പ്ലാങ്കിൻ്റെ തിക്നെസ് ഇസ് ഈക്വൽ ടു x/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. 1 centimeter, that is option 1 is the right answer. Next question. A bullet of mass 40 gram moving with a speed of 90 meter per second enter a heavy wooden block and stopped after a distance of 60 centimeter. The average resistive force exerted by the block on the bullet is. നോക്കൂ, 60 സെൻറ്റിമീറ്റർ പോയപ്പോൾ ബുള്ളറ്റ് സ്റ്റോപ്പായി. അപ്പോൾ ആ 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. അപ്പം 60 സെൻറ്റിമീറ്റർ, അപ്പോൾ 60 × 10⁻² is equal to u²/2a. അപ്പോൾ a is equal to സ്റ്റോപ്പ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അല്ലേ u²/2a. a is equal to u² എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ, 90ൻ്റെ സ്ക്വയർ, 90 × 90 ഡിവൈഡഡ് ബൈ 2a അങ്ങോട്ടേക്ക് പോവും, പിന്നെ 2 × ഇവിടെ 60 × 10⁻². 0 ക്യാൻസൽ ചെയ്തു, -2 മുകളിലേക്ക് പോവും. 6ഉം 9ഉം ക്യാൻസൽ ചെയ്താൽ 3 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. റെഡി? അപ്പം 3 × 90, 30 × 90, 30 × 9 ഡിവൈഡഡ് ബൈ 4 × 10⁻² മുകളിലേക്ക് വരുമ്പോൾ 10⁻²+ 2 ആവും. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. ഇനി F ഇസ് ഈക്വൽ ടു ma. F ഇസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ. മാസ് 40 gram ആണ്. 40 × 10⁻³ ഇൻറ്റു 30 × 9 × 10⁻² ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, 4ഉം 4ഉം ക്യാൻസൽ ചെയ്യുക. 10⁻²ഉം 10⁻³ ക്യാൻസൽ ചെയ്താൽ അവിടെ ഒരു -1 വരും. -1ഉം 0യും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് ഒരു മിനിറ്റ്, 4ഉം 40ലെ 4ഉം ക്യാൻസൽ ചെയ്തു. 0യും 10⁻³ ക്യാൻസൽ ചെയ്താൽ -2, -2ഉം 10⁻²ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 30 × 9, 30 × 9, അപ്പം 270 Newton. That is option 3 is the right answer. Clear alle? 3 is the right answer. 49. The coefficient of friction between tire and road is 0.4. The minimum distance covered before attaining the speed of 9 meter per second starting from rest is. Noku, the coefficient of friction between tire and road is 0.4. The minimum distance cover before attaining a speed of 8 meter per second starting from rest is nearly. Question number 49. Noku, the coefficient of friction between tire and road is 0.4. The minimum distance covered before attaining a speed of 8 meter per second starting from rest. അപ്പോൾ ഒരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെഹിക്കിളുടെ എൻജിൻ കൊടുക്കുന്ന പവർ ടയറിൽ ആക്ട് ചെയ്യും. അപ്പോൾ ടയർ ആ പവർ കാരണം പുറകോട്ടേക്ക് സ്ലിപ്പ് ചെയ്യും. ഇപ്പം മുന്നോട്ടേക്കാണ് ഈ ഡയറക്ഷനിലാണ് വണ്ടി പോകുന്നതെങ്കിൽ ടയറിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ടയർ പുറകോട്ടേക്കാണ് സ്ലിപ്പ് ആവുന്നത്. അപ്പോൾ അതിനെ മുന്നോട്ടേക്ക് നീക്കുന്നത് ഫ്രിക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ടയറിന് ഒരു ഫോഴ്സ് കൊടുക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഫോർവേഡ് ഡയറക്ഷനും. അതുപോലെ ടയർ ഗ്രൗണ്ടിന് കൊടുക്കുന്ന ഫ്രിക്ഷൻ പുറകോട്ടേക്കും ആയിരിക്കും. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് FR is equal to μmg. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് MA. ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, ഫോഴ്സ് ഇസ് ഈക്വൽ ടു MA. അപ്പോൾ MA is equal to μmg. M ക്യാൻസൽ ആകുമ്പോൾ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ടയർ ഓർ വെഹിക്കിൾ ഇസ് ഈക്വൽ ടു μg എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര വെലോസിറ്റി അറ്റൈൻ ചെയ്യേണ്ടത്? 8. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം.
നമുക്ക് ടൈം അല്ലല്ലോ വേണ്ടത്, ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ പ്ലസ് ആക്സിലറേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എസ് അല്ല കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി 8 ആണ്. 8ൻ്റെ സ്ക്വയർ 64 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 ബിക്കോസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. 2 ആക്സിലറേഷൻ മ്യൂ ജി, മ്യൂ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 0.4 ഇൻറ്റു G10 ഇൻറ്റു എസ്. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 0.4 4 വരും. അപ്പോൾ 2 ഇൻറ്റു 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. അപ്പോൾ നമുക്കിവിടെ 64 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു എസ് വരും. അപ്പോൾ 64 ബൈ 8 വരും. ദാറ്റ് ഈസ് ക്വസ്റ്റൻ നമ്പർ 49. ഓപ്ഷൻ 1 is the right answer. Next question. Question number 50. 2 masses are connected by a string which passed over a pulley accelerating upward at a rate as shown in figure. നമുക്ക് ഇവിടെ ഒരു പുള്ളി ഉണ്ട്. ഒരു പുള്ളിയുടെ മുകളിൽ 2 ബ്ലോക്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. EM1 EM2. സിമ്പിൾ ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആക്ച്വലി പുള്ളി റെസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് താഴേക്ക് പോകും വിത്ത് ആൻ ആക്സിലറേഷൻ എ. ആ സമയത്ത് രണ്ടാമത്തെ ബ്ലോക്ക് മുകളിലേക്ക് പോകും വിത്ത് ആൻ ആക്സിലറേഷൻ എ, സെയിം. പക്ഷേ പുള്ളി ഇവിടെ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഈസ് ആക്സിലറേറ്റിംഗ് അപ്പ് അറ്റ് എ റേറ്റ് എ. അപ്പോൾ ഈ ബ്ലോക്കുകളുടെ ആക്സിലറേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ദ ആക്സിലറേഷൻ ഓഫ് ബോഡി 1 and 2, ദെൻ എയും A1ഉം A2 നമ്മൾ റിലേഷൻഷിപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് നമുക്കറിയാം ആക്ച്വലി എ ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 ബൈ 2 ആണ് വരിക. പക്ഷേ ഒരു ബോഡി താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ബോഡി മുകളിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് വരുമ്പോൾ A1 മൈനസ് A2 ഡിവൈഡഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് A1 മൈനസ് A2 ബൈ 2. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ പുള്ളി ഫിക്സ്ഡ് ആണ്, നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്നറിയോ? A1ഉം A2ഉം ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ പുള്ളി ഫിക്സ്ഡ് ആണ് എങ്കിൽ 0 ഈസ് ഈക്വൽ ടു A1 മൈനസ് A2 ബൈ 2 എന്ന് വരും. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു A2. അത് നമ്മൾ പഠിച്ചാണ് ഫിക്സ്ഡ് പുള്ളിയിൽ ബ്ലോക്കുകളുടെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും എന്നുള്ളത്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് പഠിച്ച് അടുത്ത GABക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.